ഹലോ, നമ്മുടെ ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. മാം, എൻ്റെ മകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മുന്നേ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. പിന്നെ അവൾ പഠനത്തിൽ വളരെ മോശം അവസ്ഥയിലേക്ക് വന്നു. അതുപോലെ തന്നെ അവൾക്ക് രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ നല്ല പേടിയാണ്. ഞാൻ മരിച്ചു കളഞ്ഞാലോ എന്ന് വരെ കരുതാറുണ്ട് അവളുടെ പഠനം കാണുമ്പോൾ. ഇങ്ങനെ തോറ്റ് ജീവിച്ചിട്ട് എന്താണ് കാര്യം? ഇവിടെ പ്രശ്നം കുട്ടീൻ്റെ അല്ല, അമ്മൻ്റെയാണ്. റീസൺ ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. കുട്ടിക്ക് അമ്മ ആത്മഹത്യ ചെയ്ത് കളയുമോ എന്നുള്ള പേടി. അമ്മ ഇതുപോലെ പറഞ്ഞ് ത്രട്ടൻ ചെയ്യുന്നുണ്ടാവും. പാരൻസ് ത്രട്ടനിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പേടി കാരണം, ഫിയർ കാരണം ഒരു ഫ്രീസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുക അവർ. അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഇമോഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, അവർക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് അവർ ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഉറങ്ങാൻ പേടി, അത് ഈ മോളുടെ മാത്രം പ്രശ്നമല്ല, ഒത്തിരി പേർക്കുള്ളതാണ്. രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടി, പുറത്ത് ഒറ്റയ്ക്ക് പോകാൻ പേടി, എല്ലാത്തിനും പേടി. ഈ ഫോബിയാസൊക്കെ ഫീഡ് ചെയ്യണതും നമ്മൾ പാരൻസ് തന്നെയാണ്. എന്താണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്? ഫിയർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യണത്. രാത്രി ആകുമ്പോൾ നിന്നെ പിടിച്ചു കൊണ്ടുപോകും, പോക്കാച്ചി വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് നമ്മൾ തന്നെയല്ലേ. അവസാനം കുട്ടികൾ വലുതായി വരുമ്പോൾ അവർക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാരൻസ് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളൊരിക്കലും മക്കളെ ത്രട്ടൻ ചെയ്യാൻ പാടില്ല. പാരൻസ് പറയുമ്പോൾ ഒരു വാക്കിലത് പറയും, പക്ഷെ കുട്ടികളുടെ ഉള്ളിൽ അത് ഫീഡിട്ട് കിടക്കും. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അമ്മ മരിച്ചു പോവും, അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ത്രട്ടായിട്ട് കുട്ടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും മക്കളോട് അത്തരത്തിലുള്ള വാക്കുകളൊന്നും, നെഗറ്റീവായിട്ടുള്ള വേർഡ്സൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത ചോദ്യമായിട്ട് വീണ്ടും